1896 ജൂൺ മാസം പാരീസ് നഗരം ഉറങ്ങുകയാണ്. ബാരൻ തന്റെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ഗാരേജിനുള്ളിൽ മെക്കാനിക്ക് തന്റെ നീക്കം ആരംഭിച്ചു. വലിയ ശബ്ദമുണ്ടാക്കാതെ ആ ഇരുമ്പ് യന്ത്രത്തെ അയാൾ പുറത്തിറക്കി. ആ കാലത്ത് ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഒരു ചെറിയ സ്ഫോടനം പോലെയായിരുന്നു. ടുക് 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 എന്ന എഞ്ചിന്റെ ശബ്ദം രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. കറുത്ത പുക ആകാശത്തേക്ക് ഉയർന്നു. കുതിരവണ്ടികൾ മാത്രം കണ്ടിട്ടുള്ള പാരീസിലെ തെരുവുകളിലൂടെ മണിക്കൂറിൽ വെറും 15-20 കിലോമീറ്റർ വേഗതയിൽ ആ കള്ളൻ വണ്ടി ഓടിച്ചുപോയി. ഇന്നത്തെ കാലത്ത് അതൊരു വേഗതയല്ലായിരിക്കാം, പക്ഷെ അന്ന് അതൊരു റോക്കറ്റ് പോകുന്ന വേഗതയായിരുന്നു. നേരം വെളുത്തപ്പോൾ ഗാരേജ് ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട ബാരൻ ഞെട്ടിപ്പോയി. തന്റെ പ്രിയപ്പെട്ട പ്യൂഷോ കാർ അപ്രത്യക്ഷമായിരിക്കുന്നു. കുതിരയെ മോഷ്ടിച്ചാൽ പോലും കണ്ടെത്താൻ പ്രയാസമുള്ള ആ കാലത്ത് ഒരു കാർ എങ്ങനെ കണ്ടെത്തും? പാരീസ് പോലീസ് ആദ്യമായി ഒരു കാർ മോഷ്ടാവിനെ തെരഞ്ഞിറങ്ങുകയാണ്. അന്വേഷണം തുടങ്ങിയ പോലീസിന് മുന്നിൽ വലിയ പ്രതിസന്ധികളായിരുന്നു. ഈ വാഹനം എങ്ങോട്ടാണ് പോയത്? സിഗ്നലുകളില്ലാത്ത റോഡുകളിൽ എവിടെ തിരയും? പക്ഷേ ആ കള്ളന് ഒരബദ്ധം പറ്റി. കാർ ഓടണമെങ്കിൽ ഇന്ധനം വേണം. അന്ന് ഇന്നത്തെ പോലെ പെട്രോൾ പമ്പുകളില്ല. പെട്രോൾ കിട്ടണമെങ്കിൽ മരുന്ന് കടകളിൽ, ഫാർമസിയിൽ പോകണമായിരുന്നു. പോലീസ് പാരീസിന് പുറത്തുള്ള എല്ലാ മരുന്ന് കടകളിലും സന്ദേശമെത്തിച്ചു. അതിനിടയിൽ പോലീസിന് ചില സാക്ഷിമൊഴികൾ ലഭിച്ചു. പുക തുപ്പുന്ന ഒരു വലിയ ഭീകരരൂപം പാതയോരത്തെ കുതിരകളെ വിരട്ടി ഓടിച്ചുകൊണ്ടു പോകുന്നത് കണ്ടു എന്ന് ഗ്രാമീണർ മൊഴി നൽകി. പോലീസിന് വഴി വ്യക്തമായി. ആ മെക്കാനിക് പാരീസ് വിട്ട് മറ്റൊരു നഗരത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. പോലീസ് കുതിരപ്പുറത്തും സൈക്കിളിലുമായി കള്ളനെ പിന്തുടർന്നു. ചരിത്രത്തിലെ ഏറ്റവും വേഗത കുറഞ്ഞ എന്നാൽ ഏറ്റവും ഉദ്വേഗം നിറഞ്ഞ ഒരു ചേസിംഗ് ആയിരുന്നു അത്. ഒടുവിൽ പാരീസിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ വെച്ച് ഇന്ധനം തീർന്നു വഴിയിൽ കിടന്ന ആ പ്യൂഷോ കാറിനടുത്ത് പോലീസ് എത്തി. തന്റെ യജമാനനെ ചതിച്ച മെക്കാനിക് അവിടെ വെച്ച് പിടിയിലായി. ലോകത്തെ ആദ്യത്തെ വാഹനമോഷണ കേസ് അങ്ങനെ തെളിയിക്കപ്പെട്ടു. കൂട്ടുകാരെ, ആ മെക്കാനിക് അന്ന് ചെയ്തതൊരു വലിയ ക്രൈമായിരുന്നു. പക്ഷേ ആ മോഷണം ഒരു കാര്യം ലോകത്തിന് കാണിച്ചു കൊടുത്തു: വരും കാലം വാഹനങ്ങളുടേതാണ്. ഈ സംഭവത്തിന് ശേഷമാണ് കാറുകൾക്ക് രജിസ്ട്രേഷൻ വേണമെന്നും എഞ്ചിൻ നമ്പറുകൾ രേഖപ്പെടുത്തണമെന്നും നിയമങ്ങൾ വന്നത്. 1896 നടന്ന ആ ചെറിയ മോഷണമാണ് ഇന്നത്തെ കോടിക്കണക്കിന് രൂപയുടെ ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് വ്യവസായത്തിന് പോലും അടിത്തറയിട്ടത്. ചരിത്രം എപ്പോഴും ഇങ്ങനെയാണ്. ചെറിയ സംഭവങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഈ ചരിത്രകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ നമ്മൾ കേട്ടിട്ടില്ലാത്ത വിചിത്രവും കൗതുകകരവുമായ കൂടുതൽ ചരിത്ര സംഭവങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.